എൻ്റെ ഫാദർ മൈക്കില്ലാത്ത കാലത്ത് പള്ളിയിൽ പാടിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഫാദർ പിന്നെ ഫ്ലൂട്ട് വായിക്കും, വയലിൻ വായിക്കും കുറേശ്ശെ. പിന്നെ എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും, എൻ്റെ മൂത്ത എൽഡർ ബ്രദർ വയലിൻ വായിച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ വയലിനിലേക്ക് വന്നത്. എൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് വയലാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചത്. പിന്നെ അത് പോൾ എന്ന് പറയും, ML പോൾ. പിന്നെ ML ആൻ്റണി, MLA എന്ന് എല്ലാവരും വിളിക്കും. അദ്ദേഹം വേറെ ഒന്നും വായിക്കില്ല, പക്ഷെ പാട്ട് എനിക്ക് ദാസേട്ടൻ പാടിക്കഴിഞ്ഞാൽ ആ പാട്ടുകൾ പിന്നെ ഏറ്റവും നമ്മളെ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഭാവത്തോടു കൂടി ഭാവാത്മകമായിട്ട് പാടുന്നത് ഈ ചേട്ടൻ പാടുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. എന്തൊരു ഫീലിലാണ് പാടുകയെന്നറിയാം. ആ പരിശുദ്ധാത്മാവെയൊക്കെ പാടി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എന്തൊരു സുഖമാണെന്നറിയോ പരിശുദ്ധാത്മാവ് പാടി കേൾക്കാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്ന ഒരു സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരെങ്കിലും ഒരാൾ പാടും, ജ്യേഷ്ഠൻ പാടും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവെ